മറ്റ് മറ്റ് സദസ്സിലേക്കുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഗ്രന്ഥരചന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സർഗാത്മക പ്രവർത്തനമാണ്. ഒരു എഴുത്തുകാരൻ തൻ്റെ വായനയിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ, ചിന്തകളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ കണ്ടെത്തുന്ന കാര്യങ്ങൾ വായനക്കാരിലേക്ക് പകർത്തുന്ന ഒരു ചടങ്ങാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള എഴുത്തുണ്ട്, യാത്രാവിവരണങ്ങളുണ്ട്, നോവലുണ്ട്, ചെറുതൊക്കെയുണ്ട്, വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്തു തന്നെയായിരുന്നു അത് ഒരു സർഗാത്മക പ്രവർത്തനം. അതിനൊരുപാട് പരിശ്രമം ആവശ്യമാണ്, ക്ഷമ ആവശ്യമാണ്, ഇന്റലക്ട്, അതിനൊരു ബുദ്ധി, ശൈക്ഷണികത ആവശ്യമാണ്, എഴുത്തിന് ഒരു ശൈലി ആവശ്യമാണ്. ഇതൊക്കെ ഒരാളിൽ സമാഹരിക്കുക, ഒന്നിച്ച് ചേരുമ്പോഴാണ് നല്ല എഴുത്തുകാരനായി മാറുന്നത്. സുനിൽ ആ പുസ്തകം ഞാൻ വായിച്ചില്ല. എങ്കിലും സുനിലിന്റെ പുസ്തകം തീർച്ചയായിട്ടും അത് റീഡബിൾ, വായിക്കാൻ ഉതകുന്ന ഒരു പുസ്തകം തന്നെയാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സുനിലിനെ ഞാൻ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. സുനിലിനെ ഒരു ഒന്നര മനുഷ്യനാണെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹത്തിന്റെ എനർജി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എനർജിയാണ്. അല്പം സോർട്ട് ഓഫ് ഹൈപ്പർ ആക്റ്റീവാണ്. ഞാൻ ഭാര്യയെ കണ്ടപ്പോൾ പറയണമെന്ന് വിചാരിച്ചു, സുനിലിനെ സഹിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നല്ല അർത്ഥത്തിലാണ്. കാരണം സഹിക്കാന്ന് ചീത്തത്തില്ല, സഹിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം ആ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഈ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രവാഹമായിട്ടാണ്. ഇത്രയും ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യൻ ഞാൻ കണ്ടില്ല. കാരണം ഓരോ കാര്യം, ഉദാഹരണം അദ്ദേഹം HR ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്തതാണ്. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന്റെ നമ്മുടെ സമാജത്തിലെ ഒരു വിഭാഗം ഏൽപ്പിച്ചു. അവസാനം എനിക്കും വർഗീസിനും ഇരിക്കപ്പെടുന്നില്ലാതെ. കാരണം രാവിലെ എഴുന്നേൽക്കുന്നതും വൈകുന്നേരം അവസാനം സുനിലിന്റെ കോളിലൂടെയാണ്. സുനിൽ പുതിയ പുതിയ ആശയങ്ങളാണ് ഓരോരോ ദിവസം ഞാൻ സമസ്യയൊന്നല്ല, ഞാൻ ശരിക്കും അല്ല. കാരണം ഞാൻ അതിശയിക്കുണ്ടായിരുന്നു. കാരണം പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ ഐഡിയാസാണ് സുനിൽ പലപ്പോഴും കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ഒരു സാഹചര്യം അനുവദിക്കുന്നില്ല. സത്യത്തിൽ അത് മുഖാന്തരം പുള്ളിയുടെ ജോലി നഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ ഞാനത് കാണുകയാണ്. കാരണം ഇവിടെ വളരെ ആക്റ്റീവായപ്പോൾ അദ്ദേഹത്തിന്റെ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. കാരണം നമ്മളൊരു കാര്യം ഏൽപ്പിക്കുവാനുള്ള സിൻസിയറിറ്റി, ഞാനത് അങ്ങനെ കാണുന്നത്. എനിക്ക് അദ്ദേഹത്തെ എനിക്ക് വളരെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത് ഇപ്പോഴും ഒരു ഖേദമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ സുനിലൊരു വലിയ സുനിൽ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും എഴുത്തിലൂടെ ചാനലൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ആ പുസ്തകം നന്നാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. തന്നെ പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിക്കുക, അതിലൂടെ വ്യാപരിക്കുക, അതൊക്കെ എല്ലാവർക്കും കഴിയുന്ന കാര്യമില്ല. സുനിലിനെ ഒരിക്കലും ഞാൻ ഡെസ്പറേറ്റ് ആയിട്ട് കണ്ടില്ല. കാരണം അദ്ദേഹത്തിന് വിഷമങ്ങളുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സഭയിലും ഇതില്ലെങ്കിൽ വേറെ ഒന്നും എന്ന നിലയിൽ പോകുന്ന ഒരാളെ ഞാനുണ്ട്. എന്നോട് പ്രിയദർശിനി പബ്ലിക് നാട്ടിൽ ജോലി ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചതുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ നൽകിയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. ഞാൻ പറയുന്നുള്ളൂ. കാരണം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അത് പഠിച്ചിട്ട് അതിനെ പറ്റി എഴുതുക, അതിന് വേണ്ട സ്ഥലങ്ങളിൽ നിവേദനം സമർപ്പിക്കുക, അതിന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് ഹീസ് നോട്ട് കൺസേൺ. എന്താണ്, നമ്മളിപ്പം ചിലപ്പോഴൊക്കെ നിരാശരാകും. കുറെ നിവേദനങ്ങൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകും. സുനിൽ അങ്ങനെയൊന്നുമില്ല. സുനിലിന്റെ ധർമ്മം എന്ന് പറയുന്നത് അദ്ദേഹം കർമ്മം ചെയ്യുക എന്നുള്ളത്, വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്യാറുണ്ട്. ഞാനത് ഐ അപ്രീഷിയേറ്റ് ഇൻ ദ ട്രൂ സ്പിരിറ്റ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ള ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. അതുപോലെ തന്നെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിനെ അഭിനന്ദിക്കുന്നു. ടി പത്മനാഭൻ കഴിഞ്ഞ ഓണത്തിനാണെന്നോ, ഒരു വർഷം ഈ ഓണത്തല്ല, കഴിഞ്ഞ ഓണത്തിനാണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴാണ് പഴവളം മധു വരികയും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ബഹറിലെ ഓപ്പറേഷൻ നടന്നത്. അത് ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസിന് CPM-ആയിട്ട് മത്സരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം പബ്ലിഷിംഗ് രംഗത്താണ്. കാരണം ചിന്ത പബ്ലിഷ് ചെയ്യുന്ന പോലെ പുസ്തകങ്ങളൊന്നും പ്രിയദർശിനി പറ്റത്തില്ല. പക്ഷെ എങ്കിലും
അത് മാറി വരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ. കാരണം വായന തീർച്ചയായിട്ടും അതേത് രാഷ്ട്രീയത്തിലായാലും വായന ആവശ്യമാണ്. വായനയോടാണ് മനുഷ്യൻ റിഫൈൻഡ് ആവുന്നത്, റിഫോംഡ് ആവുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വായനയ്ക്കൊരു വലിയ കാര്യമാണ്. അപ്പോൾ വായനയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത അല്ലെങ്കിൽ ഫോം ചെയ്ത ഈ വായനയ്ക്ക് രമേശ് ചെന്നിത്തല ചെയ്തിട്ടാണ് KPC പ്രസിഡന്റ് ആയപ്പോഴാണ് അദ്ദേഹമാണ് തുടങ്ങിയത്. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. അത് വളരെ ആകസ്മികമായി ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് KPC ഓഫീസിൽ വെച്ച് അന്ന് MR തമ്പാനോട്ടാണ് എൻ്റെ ചാർജിൽ നിന്നുണ്ടോ ഡോക്ടർ MR തമ്പാൻ അദ്ദേഹമാണ് ചാർജ്. അപ്പോൾ അതിലും രമേശ് വിളിച്ചിട്ട് ഞാൻ അതിൽ പങ്കെടുത്തായിട്ട് എനിക്ക് ഓർമ്മ. പക്ഷെ എന്തായാലും ഈ സംരംഭം കൂടുതൽ പുസ്തകങ്ങൾ ഞാൻ ആലോചിക്കേണ്ട 1.5 വർഷമായിട്ട് നിങ്ങൾ പുസ്തകങ്ങളൊന്നും ഇതുവരെ പിന്നെ പബ്ലിഷ് അല്ല വെറുതെ പബ്ലിഷ് ചെയ്യരുത് കേട്ടോ. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത് എങ്കിലും പുതിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചർച്ച തീർച്ചയായിട്ടും അത് വേണം. സാഹിത്യ സംബന്ധമായ ചർച്ചകൾ അത് നിങ്ങൾ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് എൻ്റെ ഒരു ലേമാൻ എന്നുള്ളതിലേക്കുള്ള അഡ്വൈസാണ്. അത് കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ എഴുതുന്ന മാത്രം ആവണമെന്നില്ല, ഒരിക്കലും വേണം. തീർച്ചയായിട്ടും നമ്മൾ വിവിധ ധാരകളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോഴേ നമുക്ക് അതുമായിട്ട് തൊഴിലും ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ, ഇതൊരു സർഗാത്മക പ്രവർത്തനമാണ്. അപ്പോൾ ആ സർഗാത്മക പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങൾ ആളുകളെ ആകർഷിക്കേണ്ടത് എന്നാണ് എന്റെ മതം. തീർച്ചയായിട്ടും എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയദർശിനി പബ്ലിക്കേഷൻസിലും പബ്ലിഷ് ചെയ്യാൻ ഈ അവസരം ഉണ്ടായതിൽ അല്ലെങ്കിൽ പ്രകാശം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ